നമസ്കാരം. ഇന്ത്യയിലാണെങ്കിൽ ഒരിക്കൽ പ്രധാനമന്ത്രിയായ ആൾക്ക് ജീവിതകാലം മുഴുവൻ സുഖിച്ചു കഴിയാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരം മറ്റൊന്നാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും വിരമിച്ചാൽ അടുത്ത ദിവസം മുതൽ സാധാരണ പൗരനുള്ള പവറുകളെ ആ വ്യക്തിക്കുള്ളൂ. പിന്നീട് ജീവിച്ചു പോകണമെങ്കിൽ അധ്വാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. മിക്ക പ്രധാനമന്ത്രിമാരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. പ്രധാനമന്ത്രി പദത്തിൽ നിന്നിറങ്ങിയ ഋഷി സുനക് പുതിയ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ. ഗോൾഡ്മാൻ സാച്ചിൽ സീനിയർ അഡ്വൈസറായിട്ടാണ് നിയമനം. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി ഇനി മുതൽ അദ്ദേഹം ബാങ്കിൻ്റെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകും എന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. പാർട്ട് ടൈം ജോലിയായിരിക്കും ഇത്. അതേസമയം യോർക്ക്ഷയറിലെ റിച്ച്മോണ്ട് ആൻഡ് നോർത്തംപ്ടൺ MP ആയി അദ്ദേഹം തുടരുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് 2000-ങ്ങളിൽ അദ്ദേഹം ബാങ്കിൽ ഒരു അനലിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട്. ഋഷി സുനകിനെ തിരികെ സ്വാഗതം ചെയ്യാൻ അതീവ സന്തോഷമുണ്ടെന്ന് ഗോൾഡ്മാൻ സാച്ച്സ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഡേവിഡ് സോളമൻ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനോടൊപ്പം ലോകമാകമാനമുള്ള തങ്ങളുടെ ജീവനക്കാർക്കൊപ്പവും ഋഷി സമയം ചെലവഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ തുടർച്ചയായ പഠനവും വികസനവും എന്ന പദ്ധതിയിൽ അദ്ദേഹത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഋഷി സുനകിന് ലഭിക്കുന്ന ശമ്പളം പൂർണ്ണമായും റിച്ച്മോണ്ട് പ്രൊജക്ട് എന്ന ചാരിറ്റിക്ക് സംഭാവന ചെയ്യും. ബ്രിട്ടനിലാകെ സംഖ്യാശാസ്ത്ര പഠനം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ വർഷം ആദ്യം ഋഷിയും ഭാര്യ അക്ഷത മൂർത്തിയും ചേർന്ന് സ്ഥാപിച്ചതാണ്. മുൻ മന്ത്രിമാർ അധികാരം വിട്ടൊഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ എടുക്കുന്ന ജോലികൾ നിരീക്ഷിക്കുന്ന അഡ്വൈസറി കമ്മിറ്റി ഓൺ ബിസിനസ് അപ്പോയിൻമെന്റ്സ് പറയുന്നത് ഋഷിയുടെ പുതിയ ജോലിയിൽ ചില അപകടങ്ങളുണ്ട് എന്നാണ്. പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തി ആയിരുന്നതിനാൽ ഗോൾഡ്മാൻ സാച്ച്സിന് ചില സുപ്രധാന വിവരങ്ങൾ അന്യായമായി ലഭിക്കാൻ ഇടയുണ്ട് എന്നതാണത്. മറ്റ് ഭരണകൂടങ്ങളെയോ അവരുടെ ബാങ്കുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചോ ഉപദേശങ്ങൾ നൽകാൻ ഋഷിക്ക് അനുവാദം ഉണ്ടായിരിക്കില്ല. അതുപോലെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നവർക്കും ഉപദേശങ്ങൾ നൽകാനാവില്ല. ബാങ്കിന് വേണ്ടി UK സർക്കാരുമായി ലോബിയിങ്ങും അനുവദനീയമല്ല. നേരത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബ്ലാപ്റ്റനിക് സ്കൂൾ ഓഫ് ഗവൺമെന്റിലും സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂവർ ഇൻസ്റ്റിറ്റ്യൂഷനിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായി ചേർന്നിരുന്നു. ഈ 2 ജോലികൾക്കും അദ്ദേഹം വേതനം സ്വീകരിക്കുന്നില്ല.